ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ തില്ലങ്കേരി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് സ്ഥാപനങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ സംസ്കരിച്ചത് അവിടെയാണ്. കേരള ഗാന്ധിയാണ് അദ്ദേഹം. മാറി മാറി വന്ന കേരളത്തിലെ സർക്കാരുകൾ അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനത്ത് ഒരു കല്ലിട്ടെങ്കിലും അദ്ദേഹത്തെ ആദരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കെ പി കേശവ മേനോൻ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായ അദ്ദേഹം ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ മുഖമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ സമാദരിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാധവൻ നായരെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷനായിരുന്നു. ഈ ഖിലാഫത്ത് ലഹള നടക്കുന്ന സമയത്ത് ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച ആളാണ് മാധവൻ നായർ. ലഹളയുടെ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും അത് ഹിന്ദു വംശഹത്യയിലേക്ക് നീങ്ങിയപ്പോൾ മാറി നിന്നവരുടെ കൂട്ടത്തിലാണ്. പിന്നീട് ആ ലഹളക്കാലത്തെ അനുഭവങ്ങൾ മുഴുവനും എഴുതി മലബാർ കലാപം എന്ന പേരിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകാരനാണ് ശ്രീ കെ മാധവൻ നായർ. സ്വാതന്ത്ര്യ സമരകാലത്തെ കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഖമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകമില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സമര നായകന്മാരായ ആളുകളെല്ലാം അനാദരിച്ച് അപമാനിക്കുന്ന കേരളത്തിലാണ് ഇത്തരം സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും വഴിതെറ്റിച്ച വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ ആദരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വാരിയംകുന്നിന്റെ സ്മാരകം പണിയാണ്. ആ മലപ്പുറം ജില്ലയിൽ മലയാള ഭാഷാ പിതാവിന്റെ ജന്മദേശം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പ്രതിമ പണിത് തിരൂർ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുകയുണ്ടായി. വിശ്രുതനായ കലാകാരൻ സമർപ്പിച്ച പ്രതിമ സ്ഥാപിക്കാൻ എടുത്ത തീരുമാനം മതമൗലികവാദികളുടെ എതിർപ്പ് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കാതെ ദശകങ്ങളായ ആ പ്രതിമ അനാഥമായി കിടക്കുകയാണ്. താലിബാൻ മനസ്ഥിതി വളരെ പ്രബലമായുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്ന ഒരു സാഹചര്യവും കൂടി നമ്മുടെ നാട്ടിലുണ്ട്. എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്തിടത്താണ് വാരിയംകുന്നിന് സ്മാരകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നത് വളരെ വളരെ ശ്രദ്ധേയമായ, വിമർശന വിധേയമാകേണ്ട ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് കേരള സർക്കാർ മാപ്പിള കലാപത്തിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ ആദരിക്കാൻ നടത്തുന്ന നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കലാപത്തിന്റെ ഇരകളായിട്ടുള്ള 10,000-ഓളം ആളുകൾ അവിടെ കൊലയപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ ലഹളയെ എതിർത്തതിന്റെ പേരിൽ മുസ്ലിങ്ങളായ ആളുകളും കൊലയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിങ്ങൾ. പ്രമുഖ മത നേതാവായിട്ടുള്ള കുണ്ടോട്ടി തങ്ങളും മക്ദൂം തങ്ങളും ഉൾപ്പെടെയുള്ള ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ഈ വംശഹത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവരും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷെ അവര് ലഹളകാലത്ത് ലഹളയെ നിയന്ത്രിക്കാനും ഹിന്ദുക്കളെ രക്ഷിക്കാനും ധീരോദാത്തമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലഹളയിൽ കൊലയപ്പെട്ട നിരപരാധികളായ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ ചരിത്രം, ആ കലാപത്തെ എതിർക്കാൻ വേണ്ടി നേതൃത്വം വഹിച്ച മുസ്ലിം നേതാക്കന്മാരുടെ പങ്കുൾപ്പെടെ ചേർത്തുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലഹള ബാധിതന്മാരുടെ, ഇരകളാക്കപ്പെട്ടവരുടെ പേരിൽ ഒരു സ്മാരകം പണിയുകയും വേണം. ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ നടത്താനാണ് ഈ സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്.
അതിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സംസ്കൃതി ഭവനിൽ വെച്ച് വൈകുന്നേരം 6 മണിക്ക് ബാംഗ്ലൂർ എം പി ശ്രീ തേജസ്വി സൂര്യ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നാളെ രാവിലെ 10 മണിക്ക് തൂരിൽ വെച്ച്, നാളെ തൂർ ദിനമാണ്. മലപ്പുറം ജില്ലയിൽ ഈ മാപ്പിള കലാപത്തിനിടയിലെ ഏറ്റവും ദയനീയമായ ഒരു അധ്യായമാണ് തൂരിൻ്റെത്. ഏറ്റവും മൃഗീയമായ ഒരു സംഭവമാണ് തൂരിൽ നടന്നത്. 1921 സെപ്റ്റംബർ മാസം 24-ാം തീയതി രാത്രിയോടുകൂടി, അന്ന് രാവിലെയോടുകൂടി പട്ടാളം പിൻവാങ്ങിയിരുന്നു. ആ തൂരെന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് ബന്ദികളാക്കിയ 100 കണക്കിന് ആളുകളെ തൂരിലെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി ഒരു പാറപ്പുറത്ത് തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്ത് മതവിചാരണ നടത്തി. അതിൽ ദീനിൽ ചേരാൻ സമ്മതിച്ച ആളുകളെ ദീനിൽ ചേർക്കാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിസമ്മതിച്ച ആളുകളെ 38 പേരെയാണെന്നും 43 പേരെയാണെന്നും വിവിധ ഗ്രന്ഥങ്ങളിൽ, വിവിധ രേഖകളിൽ വ്യത്യസ്തമായ നമ്പറുകൾ കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, ചുരുങ്ങിയത് 38 പേരെ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നിർദ്ദേശപ്രകാരം ജഫ്രി തങ്ങൾ എന്ന കലാപ നേതാവിന്റെ നേതൃത്വത്തിൽ വിചാരണ നടത്തിയിട്ട് ആരാച്ചാരെ നിശ്ചയിച്ചിട്ട് ആ പറമ്പിലുണ്ടായിരുന്ന വലിയ ആഴമേറിയ കിണറിൽ കൈ പിറകിൽ ബന്ധിച്ച് കിണറിനടുത്ത് കൊണ്ടുപോയി കുനിച്ചു നിർത്തി തലവെട്ടി ഓരോരുത്തരെയായി ദീനിൽ ചേരാത്തതിന്റെ പേരിൽ കിണറിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ്. 24-ാം തീയതി രാത്രി ആരംഭിച്ച ആ ഹത്യ 25-ാം തീയതി പുലർച്ചെയാണ് അവസാനിച്ചത്. കെ മാധവൻ നായരുടെ പുസ്തകത്തിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ചെന്ന് നോക്കുമ്പോൾ ആ കിണറിൽ 10-20 തലകൾ ദൃശ്യമായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന കേരള പത്രികയുടെയും മറ്റും പത്രപ്രവർത്തകന്മാർ നിരവധി മൃതശരീരങ്ങൾ കിണറിൽ കണ്ടതായി ഭീതിയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ദിവസത്തോളം പാതി മരിച്ചവരുടെ ആർത്തനാദങ്ങളും ആക്രന്ദനങ്ങളും ആ കിണറിൽ നിന്ന് കേട്ടതായി സമീപവാസികൾ ഞെട്ടലോടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ ക്രൂരമായ ഒരു സംഭവം തൂരിൽ നടന്നു. നമ്മുടെ കേരള ചരിത്രത്തിൽ നിന്ന് നമ്മുടെ മതേതര കാപട്യക്കാരായ ആളുകൾ ബോധപൂർവം ഇരുളിൽ തമസ്കരിച്ച് വിസ്മൃതിയിലേക്ക് തള്ളിയ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കവെയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെ മഹത്വവൽക്കരിക്കുന്നത് എന്നതാണ് ഏറ്റവും അപലപിക്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തൂർ ദിനമായ നാളെ കേരളത്തിലെ 100 കേന്ദ്രങ്ങളിൽ, പ്രധാന നഗരങ്ങളിൽ വൈകുന്നേരം 5 മണിയോടുകൂടി തൂർ കിണറിന്റെ ഒരു മാതൃക സ്ഥാപിച്ചുകൊണ്ട് തൂർ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് ചരാതുകൾ തെളിയിച്ച് സമൂഹത്തിലെ വിവിധ സാമൂഹ്യ സംഘടനാ നേതാക്കളുടെയും പൗരപ്രമുഖന്മാരുടെയും നേതൃത്വത്തിൽ പുഷ്പാഞ്ജലി സമർപ്പിച്ച്, ശ്രദ്ധാഞ്ജലി സമർപ്പിച്ച് അവർക്ക് ശ്രദ്ധാസൂചകമായിട്ടുള്ള സ്മൃതി ഗീതത്തോടുകൂടി, പ്രഭാഷണങ്ങളോടുകൂടി, സെമിനാറുകളോടുകൂടി പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഡൽഹിയിൽ പാഞ്ചജന്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാറിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രജ്ഞാപവാന്റെ അഖിലേന്ത്യാ കൺവീനർ ജെ നന്ദകുമാർ ഡൽഹിയിൽ തൂർ ദിനത്തോടനുബന്ധിച്ച് മാപ്പിള കലാപത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ പ്രസംഗിക്കുന്നുണ്ട്. മറ്റന്നാൾ രാവിലെ ഡൽഹിയിൽ തന്നെ കൊണാട്ട് പ്ലേസിൽ മാപ്പിള കലാപത്തിന്റെ ഇരകളുടെ ദുരിതങ്ങൾ വിവരിക്കുന്ന ഒരു ചരിത്ര പ്രദർശനമുണ്ട്. അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ഡൽഹിയിലെ പ്രമുഖ നേതാക്കന്മാർ, ഡൽഹിയിലെ MP, അതുപോലെ തന്നെ രാജ്യസഭാ MP ആയിട്ടുള്ള ശ്രീ വിനയ സഹസ്രബുദ്ധെ,
സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മോണിക്ക അറോറ മുതലായ നിരവധി നേതാക്കൾ, കപിൽ മിശ്ര, അവിടുത്തെ BJP ലീഡർ, അദ്ദേഹമൊക്കെ പങ്കെടുക്കുന്ന ഒരു സെമിനാർ കൊണാട്ട് പ്ലേസിൽ വെച്ച് നടക്കുന്നുണ്ട്. മറ്റന്നാൾ ഡൽഹിയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ CI ഐസക്, ശ്രീ ജെ നന്ദകുമാർ മുതലായവർ പങ്കെടുക്കുന്ന ഒരു സെമിനാർ അവിടെ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ പോലെ തന്നെ രാജ്യത്തിന്റെ എല്ലാ പ്രധാന നഗരങ്ങളിലും വരും ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ, ഈ കലാപത്തിന്റെ യഥാർത്ഥ ചിത്രം അനാവരണം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയുള്ള ഒരു വർഷക്കാലം 14 ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ സെമിനാറുകൾ, അതിൽ തിരുവനന്തപുരത്ത് ഒരു രാജ്യാന്തര സെമിനാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 മാസത്തിന് ശേഷം നടക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും ചരിത്ര പ്രദർശനി, ഇരകളുടെ പിന്മുറക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗമങ്ങൾ മുതലായ പരിപാടികൾ നടക്കുന്നുണ്ട്. യഥാർത്ഥ ചരിത്രം അനാവരണം ചെയ്യുന്ന 10ലധികം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മലയാളത്തിലുള്ള ഈ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റം നടത്തുന്ന പ്രവർത്തനം നടന്നു വരുന്നു. നാളെ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ആശ്രയിക്കാവുന്ന നിരവധി ഗവേഷക ഗ്രന്ഥങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കാനുള്ള പ്രവർത്തനങ്ങൾ ചരിത്രകാരന്മാരുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. ഈ 100ാം വർഷത്തിൽ ഇരകൾക്ക് നീതി കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 60ാം വർഷം വലിയ നിലയിൽ ആഘോഷിക്കപ്പെടുകയുണ്ടായി, സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ. ആ സമയത്ത് ഇരകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തുകയുണ്ടായി. ഹിന്ദു സമൂഹം മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടണം എന്നുദ്ദേശിച്ചതല്ല. 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, അത് 1921 ഉണ്ടാക്കിയ വിടവും മുറിവും ഇനിയും അവിടങ്ങളിൽ 3ാമത്തെ തലമുറയായിട്ടും ഉണങ്ങി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഹിതകരമല്ല എന്ന സുചിന്തിതമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാതിരുന്നത്. പക്ഷേ സർക്കാരും കലാപകാരികളും ഇരകളെ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, വേട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുകകൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ കാഴ്ചക്കാരായി നിൽക്കാൻ സാധ്യമല്ല എന്ന സുചിന്തിതമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലബാറിൽ, മലപ്പുറത്ത് ലഹളക്കാർക്ക് സ്മാരകം ഉണ്ടാകരുത്, ഇരകൾക്ക് സ്മാരകം ഉണ്ടാകണം. കേളപ്പതിക്ക് അവിടെ സ്മാരകം പണിയണം. എഴുത്തച്ഛന് സ്മാരകം പണിയില്ലെന്ന നിലപാടിൽ നിന്ന് പിന്മാറണം. സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിക്കണം. ഈയൊരു കാര്യവുമായി പ്രചരണം നടത്താനാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന. അല്ല, ഇപ്പോ ബോധവൽക്കരണ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. സമരത്തെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. അത്തരം സാധ്യതകൾ ഇല്ലാതെ നോക്കണമെന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം അനാവരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിപാടികൾ. സത്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് അതൊരു തരത്തിലും അസൂരമാകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളൊരു സമീപനം എടുത്തിരിക്കുന്നത്. ലഹളക്കാരെ കുറിച്ച് പറയുമ്പോൾ ലഹളക്കാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരല്ല. ആ സമുദായത്തിൽ ലഹളയെ എതിർത്ത ആളുകളുണ്ട്. അവരുടെ
മഹത്വപൂർണമായ നടപടിയെ അതിനെ ഉയർത്തിക്കാണിക്കുക എന്നുള്ളതും കൂടി ഈ പ്രചരണ പരിപാടിയുടെ ഒരു ഉദ്ദേശമാണ്. അതിലൂടെ യഥാർത്ഥ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ച, സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ച ആളുകൾ അന്നുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അത്തരം ആളുകളെ തമസ്കരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. അത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ശ്രമം. അത് ഭാവാത്മകമായൊരു സമീപനമാണ്. ആ സമീപനമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്പർദ്ധ ഉണ്ടാക്കാനല്ല, സത്യം അനാവരണം ചെയ്യാൻ വേണ്ടിയാണ് പരിപാടി. അല്ല, അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ചരിത്രത്തെ ചരിത്രമായി കാണണം. ചരിത്രത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിനനുസരിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുകയോ വക്രീകരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോ ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഈ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തു എന്നൊരു പ്രചരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? ഇവരുടെ പേരെപ്പോഴാണ് ഈ പട്ടികയിൽ വന്നത്? കേരള സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഇവരുടെ പേര് ഉണ്ടായിരുന്നോ? ഇത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ പേരുകൾ കേന്ദ്ര സർക്കാരിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയായിരുന്നു. 1973 ജൂലൈ മാസം 26-ാം തീയതി പാർലമെന്റിൽ മുസ്ലിം ലീഗ് അംഗത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ശ്രീ മൊഹസിൻ മാപ്പിള കലാപകാരികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മറുപടി പറഞ്ഞതായി 1983 ജൂലൈ മാസം 28-ാം തീയതിത്തെ ചന്ദ്രിക പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1973 ആഗസ്റ്റ് മാസം 22-ാം തീയതി പാർലമെന്റ് അംഗമായിരുന്ന ശ്രീ CK ചന്ദ്രപ്പൻ വീണ്ടും മലബാർ കലാപം നടത്തിയ ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിന് വളരെ വിശദമായ മറുപടി പറയുകയുണ്ടായി, ഉമാശങ്കർ ദീക്ഷിത്. ആ മറുപടിയിൽ ഗാന്ധിജിയെയും ശ്രീ അംബേദ്കറെയും ആനി ബസന്റിനെയും അവരുടെ പ്രസ്താവനകളെയും ജില്ലാ കളക്ടർ കേന്ദ്ര സർക്കാരും അന്നത്തെ ഗവൺമെന്റുമായി നടത്തിയ കത്തിടപാടിനെയും അന്നത്തെ ഹിക്കോക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും മുഴുവൻ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് CK ചന്ദ്രപ്പന് കൊടുത്ത മറുപടിയിൽ ഇത് സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കോൺഗ്രസ്സുകാരനായ ആഭ്യന്തരമന്ത്രി ഉമാശങ്കർ ദീക്ഷിത് 1973 ആഗസ്റ്റ് മാസം 22-ാം തീയതി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് രേഖകളിൽ അതുണ്ട്. പിറ്റേന്നത്തെ മാതൃഭൂമി പത്രം ഉൾപ്പെടെ ആ പത്രത്തിൽ ഈ വാർത്തയും ഉണ്ട്. 1973 ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ സ്വാതന്ത്ര്യ സമരമല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയ, അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ ആധികാരിക രേഖകൾ ഉദ്ധരിച്ച് തെളിവ് നൽകിയ, നിഷേധിച്ച ആ കാര്യം മലപ്പുറത്ത് പിന്നെ എന്ത് നടന്നതിന്റെ പേരിലാണ് സ്വാതന്ത്ര്യ സമരമായി മാറിയത്? അതിനുശേഷം എന്ത് സ്വാതന്ത്ര്യ സമരമാണ് നടന്നത്? 1981 ഗവൺമെന്റ് ഇറക്കിയ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ കയറുന്നത്. എങ്ങനെയാണത് കയറിയത് എന്നതിനെ സംബന്ധിച്ച് 1975 ജനുവരി മാസം 28-ാം തീയതി മാതൃഭൂമി പത്രത്തിലും മറ്റും വന്ന ഒരു റിപ്പോർട്ടുണ്ട്. മഞ്ചേരിയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മാപ്പിള കലാപത്തെ സ്വാതന്ത്ര്യ സമരമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിൽ അത് വിജയിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൽ അത് വിജയിക്കുമെന്ന് P. സീതി ഹാജി MLA പറഞ്ഞ വാർത്തയാണ് റിപ്പോർട്ടിലുള്ളത്. ലീഗ് സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെന്റ് CPI കൂടി പ്രാതിനിധ്യമുള്ള അന്നത്തെ
ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പെൻഷൻ അനുവദിച്ചത്. ലീഗും അന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്നു. കേരളത്തിൽ അനുവദിച്ച ഈ കാര്യം കേന്ദ്രത്തിലും അനുവദിപ്പിക്കുമെന്നും സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ലീഗ് അതിന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും പി.സി. ദയാജി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പേരുകൾ വന്നത് എന്ന് കേരളത്തിലെ മുന്നണി ഐക്യമുന്നണിയിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പട്ടികയിൽ ഇവർ കയറിയത്. യഥാർത്ഥത്തിൽ അവർ സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആദ്യം തള്ളിയ ആ കാര്യം പിന്നീട് അവർക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിന്റെ തിണ്ണബലത്തിലും സമ്മർദ്ദത്തിലും സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ അനർഹമായി ഉൾപ്പെടുത്തിയ ആളുകളെ ഒഴിവാക്കുക എന്ന ചരിത്രത്തിലെ തിരുത്താണ്, യഥാർത്ഥ തിരുത്താണ് ഇപ്പോൾ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആ തീരുമാനം എടുത്തതായിട്ട് അറിവില്ല. എന്തായാലും ചരിത്ര ഗവേഷണ കൌൺസിൽ അതുമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണുള്ളത്. അതിനെക്കുറിച്ചാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പട്ടികയിൽ നിന്ന് മാറ്റുന്നു എന്ന രീതിയിലുള്ള പ്രചരണം വളരെ വ്യാപകമായി വർഗീയമായ ചേരുവ കൂടി ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നത്. സത്യത്തിൽ ഇത് കോൺഗ്രസ് തന്നെ, അതിന്റെ പ്രധാനമന്ത്രി തന്നെ, അതിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ, അന്ന് കേന്ദ്ര സർക്കാർ തന്നെ എടുത്ത നിലപാട്, ആ നിലപാടിനെ തള്ളിപ്പറയുന്ന നിലയിലുള്ള ഒരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. CPM-ന്റെ നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? CPM-ന്റെ നിലപാട് ആഹ്വാനവും താക്കീതും എന്ന പേരിൽ EMS എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തിരുക്കൊച്ചി പാർട്ടി സമ്മേളനത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എഴുതിയാണ്. ആ ആഹ്വാനം താക്കീതിൽ ആഹ്വാനം എന്ന് പറയുന്നത് മലബാറിൽ വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം ഗംഭീരമായി നടത്തണമെന്ന് തന്നെയാണ് അതിന്റെ ആദ്യ ഭാഗം. താക്കീത് എന്ന് പറയുന്നത് ആ ലഹള വഴിതെറ്റിപ്പോയതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല, അത് വർഗീയ ലഹളയായി പരിണമിക്കുകയായിരുന്നു എന്ന കൃത്യമായ നിലപാടാണ് EMS ആ സമയത്തെടുത്തത്. EMS തന്നെ കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ അതിന്റെ 243-ാമത്തെ പേജിൽ ഒരു അസംതൃപ്ത ജനവിഭാഗത്തിന്റെ ഇളക്കം ഈ സ്ഥിതിയിൽ വർഗീയ നിറമുള്ള ഒരു മാപ്പിള ലഹളയായി പരിണമിച്ചു. ഈ കാലഘട്ടത്തിലാണ് നിർബന്ധിച്ച മതം മാറ്റം, മതം മാറാൻ കൂട്ടാക്കാത്തവരുടെ കഴുത്തറക്കുക, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക മുതലായ സംഭവങ്ങൾ നടത്തിയത് എന്ന് വ്യക്തമാണ് എന്ന് EMS അദ്ദേഹത്തിന്റെ കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതില് കൃത്യമായിട്ട് തന്നെ നിർബന്ധിച്ച് മതം മാറ്റിയതിനെ കുറിച്ച്, മതം മാറ്റാൻ കൂട്ടാക്കാത്തവരുടെ കഴുത്തറുത്തതിനെ കുറിച്ച്, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് EMS തന്നെ എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണ് മതം മാറ്റം നടക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണ് മതം മാറാൻ തയ്യാറാകാത്തവരുടെ കഴുത്തറക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണ് ക്ഷേത്രധ്വംസനം നടക്കുന്നത്? നിശ്ചയമായും EMS തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതേ പുസ്തകത്തിലെ 235-ാമത്തെ പേജിൽ തങ്ങളുടെ മതവും സംസ്കാരവും രക്ഷിക്കാനും അധികാരാവകാശങ്ങൾ വീണ്ടെടുക്കാനുമുള്ള ജിഹാദിൽ ഷഹീദാവുക ഓരോ മുസ്ലിമിന്റെയും കടമയാണെന്ന ബോധം വരുന്നു എന്ന് അതിന്റെ ഭാഗമായിട്ടാണ് കലാം വ്യാപിച്ചതെന്ന് പറയുന്നുണ്ട്. ജിഹാദ് എന്ന വാക്ക് തന്നെയാണ് കൃത്യമായിട്ട് EMS ഉപയോഗിക്കുന്നത്. ഇപ്പൊ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വളരെ വിവാദമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാപ്പിളകളുമായി സംബന്ധിച്ച എഴുത്തിൽ ജിഹാദ് എന്ന വാക്ക് കൃത്യമായി എടുത്തു ഉപയോഗിച്ചിട്ടുണ്ട് EMS എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആഹ്വാനവും താക്കീതും എന്നതിൽ EMS തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. EMS ഇതിന്റെ കലാപത്തിന്റെ ഒരു ഇരയായിരുന്നു എന്നെല്ലാവർക്കും കുറെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹം ഉൾപ്പെടെ പലായനം ചെയ്യേണ്ടി വന്നു മലപ്പുറത്ത് നിന്ന് പാലക്കാടേക്ക് എന്നുള്ളതും വളരെ വ്യക്തമാണ്. 1946 ആഗസ്റ്റ് 19-നാണ് ആഹ്വാനവും താക്കീതും എന്ന പ്രമേയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. അത് 1946 ആഗസ്റ്റ് 19-നുള്ള ആഹ്വാനം പിറ്റേത്തെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1973-ൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചൊരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത് 1921-ലെ മലബാർ കലാപത്തിന്റെ വർഗീയ സ്വഭാവവും ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളും മൂടിവെക്കാൻ മുസ്ലിം ലീഗുകാർ നടത്തുന്ന ശ്രമത്തോട് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുകൂടുകയാണ്. അത് വർഗീയ ലഹളയായി മാറിയതിനെ തുടർന്ന് നിരവധി ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിം ലഹളക്കാരുടെ ആക്രമണങ്ങൾക്കിരയായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കൂട്ടരെ ബ്രാക്കറ്റിൽ കലാപകാരികളെ പെൻഷനും മറ്റും നൽകി ബഹുമാനിക്കുന്നതോടൊപ്പം രണ്ടാമത് പറഞ്ഞവർക്ക് ഒരു ആശ്വാസവും നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് തെറ്റാണ്
എന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയമുണ്ട്. 18/9/1973 ദേശാഭിമാനിയിൽ ഈ പ്രമേയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് CPM-ന്റെ നിലപാട് മുൻപിതായിരുന്നില്ല. CPI കലാപകാരികൾക്ക് പിന്തുണ നൽകുന്നതും ഇരകൾക്ക് നീതി കൊടുക്കാത്തതുമായ സമീപനത്തിനോട് കൂട്ടുനിൽക്കുന്നതിനെ CPM ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേ CPM ആണ് ഇപ്പോൾ തങ്ങളുടെ പൂർവ്വ നിലപാടുകളെല്ലാം മറന്നുകൊണ്ട്, പാർട്ടി രേഖകൾ ഉൾപ്പെടെ മറന്നുകൊണ്ട്, പാർട്ടി എടുത്ത മുൻകാലത്തെ നിലപാടുകൾ മുഴുവനും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ലഹളക്കാരുടെ കൂടെ നിൽക്കുന്നത്, അവരെ പിന്തുണക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്നത് മാറി വന്ന കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പങ്ക് തങ്ങൾക്കും കിട്ടണമെന്ന ചിന്തയോടുകൂടി മാത്രമാണ് എന്ന് UDF സഞ്ചരിച്ച തെറ്റായ വഴിയിലൂടെ ഇപ്പോൾ LDF സഞ്ചരിക്കുകയാണ് എന്നു തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് തെറ്റാണ്. എവിടുന്നാ സൂചന കിട്ടിയത്? ഞാനിതുവരെ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. നിഷ്കളങ്കമായി പറയണം. ഞാനിപ്പോ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഇല്ല ഇല്ല. എന്തിനാ ഈ സാങ്കല്പിക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഇത്തരം സാങ്കല്പിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. ഈ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചാലും നിങ്ങളൊക്കെ ശ്രമിച്ചാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. സഹകരിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇതിപ്പോ മാപ്പിള കലാപത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമിതി, ദേശീയ കാഴ്ചപ്പാടുള്ള എല്ലാ സംഘടനകളും ചേർന്നുള്ള ഒരു സമിതിയാണ്. BJP ഉൾപ്പെടെ ദേശീയ കാഴ്ചപ്പാടുള്ള എല്ലാവരും, വ്യക്തികളും ശക്തികളും അതിലംഗമാണ്. ഇതിലിപ്പോ അതിന്റെ സംസ്ഥാന തലത്തിൽ കേരള സമൂഹത്തിലെ വളരെ പ്രമുഖരായ ആളുകൾ പലരും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവര് ഇനിയുള്ള പരിപാടികളിൽ അത്തരം പരിപാടികളിൽ സംബന്ധിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്. അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ ഈ യാഥാർത്ഥ്യം അറിയാവുന്ന ആളുകൾ അതുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി കഴിഞ്ഞ ഒരു മാസത്തോളമായി കേരളത്തിലെ എല്ലാ MLA-മാരെയും, MP-മാരെയും, രാജ്യസഭാ ലോക്സഭാ MP-മാരെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും എല്ലാം കണ്ട് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ആ നിവേദനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുക, കേരള സർക്കാർ കലാപകാരികൾക്ക് അവരെ മഹത്വവൽക്കരിക്കാനും സ്മാരകം പണിയാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് എതിരായിട്ട് പ്രതികരിക്കുക എന്ന അഭ്യർത്ഥന വെച്ചുകൊണ്ടാണ് അവർക്ക് നിവേദനങ്ങൾ നൽകിയിരിക്കുന്നത്. ആ നിവേദനങ്ങൾ മിക്കവാറും എല്ലാ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഓ, ഏതാ ഉദ്ദേശിക്കുന്നത്? ഓ, അത് ഞാൻ നേരത്തെ വിട്ടതായിരുന്നു. അല്ല, ഞാൻ നേരത്തെ വിട്ടതായിരുന്നു ആ വിഷയം. അല്ല, നമ്മള് ചർച്ച ചെയ്യുന്നതിനിടയിൽ
ഞാൻ ആ വിഷയം വിട്ടതായിരുന്നു പറയും. ആ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായിട്ടില്ല. ആ കാലാവധി പൂർത്തിയാകുന്ന മുറക്ക് BJP-യിൽ അതിന്റെ സംഘടനാപരമായ സംവിധാനമുണ്ട് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ആ സംവിധാനം അനുസരിച്ചാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാക്കിയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ല, അതില് ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിശക്തമായ ഒരു പ്രതിരോധം ഇരകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കണക്കിലെടുക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് തെറ്റുപറ്റാം, പക്ഷെ തിരുത്തണം. ആ തിരുത്താണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് തെറ്റുകൾ നടന്നു കഴിഞ്ഞു. PVK നെടുങ്ങാടി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഈ പുസ്തകമുണ്ട്, PVK നെടുങ്ങാടിയെ പത്രപ്രവർത്തകന്മാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഈ കലാപ കേന്ദ്രങ്ങളിൽ മുഴുവനും സഞ്ചരിച്ച് ഇരകളുടെയും പിന്മുറക്കാരുടെയും മുഴുവൻ ആളുകളുടെയും കേന്ദ്രങ്ങളിൽ പോയിട്ട് എഴുതിയ പുസ്തകമാണ് മാപ്പിള കലാപമോ മലബാർ കലാപം, മാപ്പിള ലഹളയോ സ്വാതന്ത്ര്യ സമരമോ എന്നുള്ളത്. ഈ പുസ്തകത്തില് അദ്ദേഹം നിരവധി അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരനുഭവം പറഞ്ഞു. അദ്ദേഹത്തെ 100 വയസ്സുണ്ടായിരുന്നു, 102 വയസ്സുണ്ടായിരുന്നു പറയുന്നു. ഐദ്രു ഹാജി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം അദ്ദേഹത്തെ സമീപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു പത്രപ്രവർത്തനാണൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുണ്ടായിരുന്ന ഒരു തട്ടാൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഈ ലേളക്കാർ ഓടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോ ജീവനും കൊണ്ട് ഓടുന്നതിനിടയിൽ ഈ ഐദ്രു ഹാജിയുടെ വീട്ടിൽ കയറി. വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഒരു കുടുംബമാണ് ഇവർ ഈ ഹിന്ദുവായിട്ട്. അപ്പൊ ഇദ്ദേഹത്തെ കോരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ഐദ്രു ഹാജി പെട്ടെന്ന് അകത്ത് കയറ്റിയിട്ട് അദ്ദേഹത്തിന്റെ അകത്തൊളിപ്പിച്ചു. ലേളക്കാർ വന്നിട്ട് ഇറയത്ത് കയറി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ല, അയാൾ അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞിട്ട് ലേളക്കാരെ വഴി തിരിച്ചു വിട്ടു. 3 ദിവസം അദ്ദേഹത്തിന്റെ പത്തായത്തിൽ ഒളിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യനെ രക്ഷിച്ചത്. പിന്നീട് ലേളക്കാർ പോയതിനു ശേഷം അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് മാറാൻ സാധിച്ചു. ഈ ഐദ്രു ഹാജി PVK നെടുങ്ങാടിയോട് പറഞ്ഞത്, ഞാൻ അന്ന് എന്റെ പത്തായത്തിൽ ഒളിപ്പിച്ചിട്ട് അവനെ രക്ഷിക്കുന്നതിന് പകരം അവന്റെ കഴുത്ത് വെട്ടിയിരുന്നെങ്കിൽ സാറേ എനിക്കിപ്പോ പെൻഷൻ കിട്ടുമായിരുന്നു എന്നാണ്. ലഹളക്കാർക്ക്, കൊലയാളികൾക്കാണ് പെൻഷൻ കൊടുത്തത്. ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ആളുകളുണ്ട്, അവരെയല്ല പരിഗണിച്ചത്, അവർക്കല്ല പിന്തുണ നൽകിയത്. ഇങ്ങനെ അനുഭവസ്ഥന്മാരായ ഒരുപാട് ആളുകളുണ്ട്. K. മാധവൻ നായരുടെ പുസ്തകം, അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയാണ്, ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹവും KP കേശവമേനോനും അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ മുഹമ്മദ് അബ്ദുറഹീം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് നിന്ന് ലഹള വഴിമാറിയിട്ട് നിരപരാധികളുടെ കൊലയിലേക്ക് നീങ്ങുന്നു എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തിരൂരങ്ങാടി പള്ളിയിൽ പോയിട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ ആലി മുസ്ലിയാർ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അവിടെ നിന്നല്ല കണ്ടത്, പള്ളിയിൽ വെച്ച് കണ്ടത് ആലി മുസ്ലിയാരെ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മറ്റൊരു സ്ഥലത്തു നിന്നാണ് കണ്ടത്. അങ്ങനെ കണ്ടിട്ട് അവരോട് അഭ്യർത്ഥിച്ചു, ഇപ്പോഴത്തെ ഇത് അഹിംസാത്മകമായി നടത്തണമെന്ന് ആരംഭിച്ച സമരം, നിസ്സഹകരണ സമരം ഇപ്പോൾ ഒരു വലിയ ലഹളയെ മാറിയിരിക്കുകയാണ്. പട്ടാളക്കാർക്കെതിരായിട്ടുള്ള ആക്രമണം തിരിച്ചുപിടിയും കാരണം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇത് ഇവിടെ വെച്ച് നിർത്തണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ടല്ലോ,
ആലി മുസ്ലിയാർ പറഞ്ഞു ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞത്. അദ്ദേഹം അപ്പോഴത്തേക്ക് ഭരണാധികാരി രാജാവായിരുന്നു, ആലി രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ രണ്ടുപേർ, ലവക്കുട്ടിയും കുഞ്ഞലവി, ഈ രണ്ടുപേരോട് നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. ആ രണ്ടുപേരോട് ഇവർ പോയി സംസാരിച്ചു. ആ രണ്ടുപേരും വളരെ കടുത്ത നിലപാടെടുത്തത്. ഒരു തരത്തിലും ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. ലവക്കുട്ടി കൃത്യമായിട്ട് പറഞ്ഞത്, 2 പട്ടാളക്കാരെ കൊലപ്പെടുത്തിയ, റൌലി അടക്കമുള്ള അവരുടെ ക്യാപ്റ്റനെ ഉൾപ്പെടുത്തി കൊലപ്പെടുത്തിയ എന്നെ പട്ടാളക്കാരുടെ കയ്യിലോ മറ്റോ കിട്ടിയാൽ അവരെന്നെ ചതച്ചരച്ചു കൊല്ലും. അതുകൊണ്ട് കീഴടങ്ങാനും തയ്യാറില്ല, പിന്മാറാനും തയ്യാറില്ല, പൊരുതി മരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെയും ഖിലാഫത്തിന്റെയും നേതാക്കൾ തിരൂരങ്ങാടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. രണ്ടാമത് വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ മാധവൻ നായർ നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു. കണ്ടിട്ട് അപ്പോഴത്തേക്ക് പൂക്കോട്ടൂർ ലഹള എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായ ലഹളയും കൂടി കഴിഞ്ഞിരുന്നു. 400ഓളം മുസ്ലിങ്ങൾ പട്ടാളക്കാരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ ലഹള. അത് വളരെ ഭീതിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. പട്ടാളക്കാരും നിരവധി പേർ കൊല്ലപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് തുറന്നുകൂടാ എന്ന് വാര്യംകുന്നനോട് സംസാരിച്ചു. വാര്യംകുന്നനെ മാധവൻ നായർ കാണാനിടയായ സാഹചര്യം വേറെയും കൂടിയുണ്ട്. അതായത് മാധവൻ നായർ വീട്ടിൽ പോയിട്ട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങളും മതം മാറണം, ബാക്കിയുള്ളവരെല്ലാം ഏകദേശം മതം മാറി കഴിഞ്ഞു. ഖിലാഫത്ത് സമരത്തിന്റെ നേതാവിനോട് സംസാരിക്കുന്നത് ഓർമ്മിക്കണം. MP നാരായണ മേനോ എന്ന് പറഞ്ഞ ഖിലാഫത്ത് സമരത്തിന്റെ മറ്റൊരു നേതാവ് മതം മാറി കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നിങ്ങളും മതം മാറണമെന്ന് പറഞ്ഞു. ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാര്യംകുന്നനടുത്ത് പോകുന്നത്. വാര്യംകുന്നനോട് അഭ്യർത്ഥന നടത്തിയ അവസാനമായിട്ട് അദ്ദേഹം, ഇനി നിങ്ങൾ പിന്മാറണമെന്ന് പറഞ്ഞു. വാര്യംകുന്നനും പറഞ്ഞത്, ഒരു തരത്തിലും ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. ആ സമയത്ത് മാധവൻ നായർ അവിടെ വെച്ച് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും, ഈ ലഹളയിൽ നിന്നും, ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ട് മാധവൻ നായർ പിന്മാറുകയാണ്. പിന്നീടാണ് 1921 സെപ്റ്റംബർ മാസം 25-ാം തീയതി മുതലാണ് പിന്നീട് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ലഹളയായിട്ട് ഇത് മാറുന്നത്. അതുവരെ പട്ടാളക്കാരും, ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇവിടുത്തെ പോലീസുകാരും അതുപോലെ തന്നെ ഈ മാപ്പിള കലാപകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഈ 25-ന് ശേഷം, തൂർ സംഭവത്തിന് ശേഷമാണ് വംശഹത്യയായിട്ട്. കാരണം അതിനുശേഷം പട്ടാളം പിന്മാറി. 1921 സെപ്റ്റംബർ മാസം 25-ാം തീയതി രാവിലെ പട്ടാളം മലബാറിന്ന് പിന്മാറിയതിനു ശേഷം പിന്നീട് 1922 ജനുവരിയിലാണ് തിരിച്ചു വരുന്നത്. അതുവരെയുള്ള ബാക്കിയുള്ള 4-5 മാസമുണ്ട്. ആ 5 മാസം അരാജകാവസ്ഥയായിരുന്നു. ഒരു പട്ടാളവും പോലീസ് ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പോലീസ് വണ്ടി പൊതു റോഡിലൂടെ പോകുന്നപ്പോ ഊടുവഴിയിലൂടെ ലഹളക്കാർ പോയിട്ട് ഓരോ ഗ്രാമത്തിലും ചെന്ന് ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദു കൂട്ടക്കൊല നടത്തുകയും മതമാറ്റം നടത്തുകയും ചെയ്യുന്ന പരിശ്രമം അനവരതം തുടരുകയായിരുന്നു. അംബേദ്കറൊക്കെ പറയുന്നത് പോലെ പൂർണ്ണ ഗർഭിണികളെ, പിന്നീടൊക്കെ നമ്മൾ പല ഭജനത്തിലും ഗുജറാത്ത് കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട സംഭവമില്ലേ, ആ സംഭവമൊക്കെ യഥാർത്ഥത്തിൽ നടന്ന എവിടെയാണെന്ന് അംബേദ്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, പൂർണ്ണ ഗർഭിണിയെ, ഗർഭസ്ഥ ശിശുവിനെ വലിച്ച് കുത്തി പുറത്തിട്ട് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ 50% നേരിട്ടോടെ വന്നല്ലോ. അവർ നേരിട്ട് വന്ന് കണ്ട സംഭവങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അവരൊക്കെ രേഖപ്പെടുത്തി. അവർക്ക് എന്ത് വർഗീയ താല്പര്യമാണ്, ദേശീയ താല്പര്യമല്ലാതെ. അപ്പൊ അങ്ങനെ ഗാന്ധിജി എന്റെ മനസ്സ് നുറുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഗാന്ധിജിയാണ് ഈ ഖിലാഫത്ത് ലഹളയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കിയത്. അത് വഴിതിരിച്ചു വിട്ടിട്ട് ഇത്തരം സംഭവങ്ങളിലേക്ക് എത്തിപ്പോയതിലുള്ള ഖിന്നതയും ഖേദവും ആത്മസംഘർഷവും എല്ലാം ഗാന്ധിജി ഹരിജനിലൂടെയും യങ് ഇന്ത്യയിലൂടെയും അദ്ദേഹത്തിന്റെ തുടർ ലേഖനങ്ങളിലൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ദേശീയ നേതാക്കന്മാരും തള്ളിക്കളഞ്ഞതാണ്. അന്നത്തെ ഖിലാഫത്ത് നേതാക്കന്മാർ തന്നെ തള്ളിക്കളഞ്ഞാണ്. മാധവൻ നായർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വാര്യംകുന്നനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന്. ആലി മുസ്ലിയാരെ പള്ളിയിൽ പോയി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത്. അവര് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നില്ല, ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് കലാപം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന മത നേതാക്കന്മാർ മാത്രമായിരുന്നു അവര്. പിന്നീട് അവരുടെ കൈപ്പിടിയിലായി ഈ സമരത്തിന്റെ നേതൃത്വം. ആദ്യം ആലി മുസ്ലിയാർ പോലീസിന്റെ, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പിടിയിലായി. പിന്നീട് വാര്യംകുന്നൻ 1922 ജനുവരി 22-ാം തീയതി പിടിയിലായി വെടിവെച്ച് കൊല്ലപ്പെട്ടതുവരെ ഈ കലാപം തുടരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്താണെന്ന് പഠിച്ച് പത്രപ്രവർത്തകന്മാർ എന്നുള്ള നിലക്കുള്ള നിങ്ങളുടെ ആ ഒരു അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ഈ ചരിത്രമെന്ന് ഈ 100-ാം വർഷത്തിലെങ്കിലും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങളും പങ്കാളികളാകണം നിഷ്പക്ഷമായി എന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.